തീർച്ചയായും ത്യാഗോജ്വലമായ ഒരു അധ്യായമായി വാഴ്ത്തപ്പെടുക തന്നെ ചെയ്യും വികേഷ് ഫോഗട്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. നോക്കൂ, ശരീരത്തിൻ്റെ ഭാരം ഒരു വലിയ ഹൃദയഭാരമായി മാറുകയാണ് നമ്മുടെ 142 കോടി ഇന്ത്യക്കാർക്കും, അല്ലേ? 412 ഗ്രാമാണ് അവർക്കിന്ന് കിട്ടുമായിരുന്ന സ്വർണ്ണ മെഡലിൻ്റെ ഭാരം. 100 ഗ്രാമിലെല്ലാം പൊലിഞ്ഞുപോയി എന്നുള്ളതാണ്. അതിൽ ഗൂഢാലോചന സിദ്ധാന്തം പലരും പറയുന്നുണ്ട്. പക്ഷേ സോമേഷും വിനീഷും വളരെ കൃത്യമായി ഇത് വിശദീകരിച്ചു, എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. അത് എനിക്ക് സൂചിക്കുന്നത് കൂട്ടിച്ചേർക്കാനുണ്ട്, അല്ലേ? അവരുടെ ശരീരഭാരം, അതായത് അവർക്ക് മത്സരിക്കേണ്ടിയിരുന്ന കാറ്റഗറി 53 ആണ്. അതിൽ മത്സരിക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർക്ക് മുന്നേറാൻ പറ്റുമായിരുന്നു. ഇത്രയും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമായിരുന്നില്ല. 57 ആക്ച്വൽ വെയിറ്റ് ഉള്ള ഒരാൾ 53 കിലോയ്ക്ക് വേണ്ടിയിട്ട് അത് കുറയ്ക്കുന്നു. എന്നിട്ട് അതിൽ മത്സരിക്കാൻ കഴിയാത്തത് കൊണ്ട് വീണ്ടും അതിന് താഴെയുള്ള കാറ്റഗറിയിലേക്ക് 50 കിലോ കാറ്റഗറി എന്ന് പറയുമ്പോൾ വിനേഷ് ഫോഗട്ടിന് ജയം അനായാസം ലഭിക്കുന്ന ഒന്നാണ്. കാരണം അതിൽ മത്സരിക്കുന്ന ആളുകളെല്ലാം 48, 47 അങ്ങനെ നിൽക്കുന്ന ആളുകളാണ്. താരതമ്യേന ഇവരുടെ ശരീരഭാരത്തേക്കാൾ 10 കിലോ എങ്കിലും ആക്ച്വൽ വെയിറ്റ് കുറവുള്ള ആളുകളാണ്. മാത്രമല്ല, ജപ്പാന്റെ താരത്തെ തോൽപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതിൽ മെഡൽ ഉറപ്പാണ്, ഗോൾഡ് ഉറപ്പാണ് എന്നുള്ളത്. സുസാക്കിയുമായിട്ടുള്ള മത്സരം കഴിഞ്ഞപ്പോൾ പ്രീ ക്വാർട്ടർ ആയപ്പോൾ തന്നെ സ്വർണം ഉറപ്പാണ് എന്ന രീതിയിലേക്ക് എത്തുന്നു. ഇന്നിപ്പോൾ മത്സരിക്കാൻ ഇരുന്ന അമേരിക്കയുടെ താരം, അവർക്കൊരു ക്ലീൻ സ്വീപ്പ് എന്തായാലും കിട്ടുമെന്ന് ഉറപ്പാണ്. അപ്പോൾ കാരണം ജപ്പാന്റെ താരത്തെ തോൽപ്പിച്ചെങ്കിൽ പിന്നെ സാറ ഒരു എതിരാളിയേ അല്ല, ഈസി വോക്ക് ഓവർ എന്നുള്ള രീതിയിലേക്ക് വരികയായിരുന്നു. പക്ഷേ അവിടെ ഈ നിർഭാഗ്യമെന്നല്ല, ഭാരം ക്രമീകരിക്കാൻ കഴിയാതെ പോകുന്നു എന്നതൊരു വലിയ പ്രശ്നമായി മാറുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഞാൻ കരുതിയത് ഈ ഫുഡ് സപ്ലിമെൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലും കഴിച്ചതിൽ എന്താണ് ഇവർ കൃത്യമായി ഡയറ്റീഷ്യൻ നോക്കിയില്ലേ. കാരണം നമുക്ക് പെട്ടെന്ന് ആ ഒരു 12 മണിയോട് കൂടിയാണ് ഈ വാർത്ത വരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു ടെൻഷൻ നമ്മുടെ മനസ്സിലേക്ക് വരും. കാരണം ഗോൾഡ് ഉറപ്പിച്ച്, അതും ഈ ഇനത്തിൽ നമുക്ക് ഒരു വനിതയ്ക്ക് സ്വർണം കിട്ടുന്നു എന്നുള്ളത് നമ്മൾ അത്രയും സന്തോഷത്തോടെ ഇരിക്കുക. വെള്ളി ഉറപ്പാണ്, സ്വർണം കിട്ടാനുള്ള എല്ലാ സാധ്യതയും നിൽക്കുന്നു. അവിടെയാണ് ഇത് സംഭവിച്ചത്. ഇനിയിപ്പോൾ എന്തായാലും അപ്പീൽ നൽകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചാലും ഈ തൂക്കം എന്ന് പറയുന്നത് ആക്ച്വൽ വെയിറ്റ് ആണ്. ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അന്താരാഷ്ട്ര ഗുസ്തി നിയമത്തിലെ റൂൾ 11 പ്രകാരം 1 ഗ്രാം കൂടിയാൽ നിങ്ങൾ അയോഗ്യനാകപ്പെടും. 1 ഗ്രാം കൂടിയാൽ മതി, 100 ഗ്രാം അല്ല, 1 ഗ്രാം നിങ്ങൾ കൂടിയാൽ പോലും നിങ്ങൾ അയോഗ്യനാകും. അങ്ങനെയാണ് ഈ റൂൾ 11 പറയുന്നത്. ആ റൂൾ 11 അനുസരിച്ചാണ് അവരെ അയോഗ്യയാക്കിയിരിക്കുന്നത്. ഇതിലേറെ പ്രധാനപ്പെട്ട കാര്യം, 3 ചോദ്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഈ ഘട്ടത്തിലും. ഞാൻ ഗൂഢാലോചന സിദ്ധാന്തത്തിൻ്റെ പങ്കാളിയല്ല, ഞാനത് വിശ്വസിക്കുകയും ചെയ്യുന്നില്ല. പക്ഷേ അപ്പോഴും 3 ചോദ്യങ്ങൾ പ്രസക്തമുണ്ട്. സിസ്റ്റമിക് എറർ അവിടെ ഉണ്ടോ? കാരണം ഇവരെ നിയന്ത്രിക്കാനൊരു ഡയറ്റീഷ്യനുണ്ട്. ഈ വികേഷ് ഫോഗട്ടിൻ്റെ പേഴ്സണൽ കോച്ചും ഫിസിഷ്യൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന സപ്ലിമെൻറ്റ് ഇത്ര തൂക്കം ഇത്ര നീളവുമുള്ള ഒരു വ്യക്തിയിൽ എത്ര ഭാരം ഉണ്ടാക്കുമെന്നുള്ളത് ശാസ്ത്രീയമായിട്ട് കണക്കാക്കുന്നുണ്ട്. അതനുസരിച്ചാണ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് സപ്ലിമെൻറ്റ് കൊടുക്കുന്നത്. ഇവിടെ ഫുഡ് സപ്ലിമെൻറ്റ് കഴിച്ചിട്ടുണ്ട്. ഫുഡ് സപ്ലിമെൻറ്റ് കഴിക്കേണ്ട സാഹചര്യം ഉണ്ടായി. കാരണം യുഎസ്എസ്ആക്കി ആണെങ്കിലും ശരി, അതിനു മുമ്പ് യുക്രൈൻ താരമാണെങ്കിലും ശരി, അതിഗംഭീരമായ പോരാട്ടമായിരുന്നു. ആ പോരാട്ടം കഴിഞ്ഞ് വരുന്ന സമയത്ത് നേരത്തെ തന്നെ 57 നിന്ന് 50 താഴുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ശരീരത്തിൽ പ്രശ്നമുണ്ട്. അപ്പോൾ വളരെ ടോട്ടലി ഡീഹൈഡ്രേറ്റഡ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു അവരുടെ ശരീരത്തിന് അസ്വസ്ഥതയും ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം. അപ്പോൾ ആ ഘട്ടത്തിലാണ് അവർ ഈ ഫുഡ് സപ്ലിമെൻറ്റ് കഴിക്കുന്നത്. ആ ഫുഡ് സപ്ലിമെൻറ്റ് എത്രമാത്രം ശാരീരിക വർധനം ഉണ്ടാക്കും എന്നതിനെക്കുറിച്ചുള്ളൊരു കണക്ക് കൃത്യമായിട്ടുണ്ടായിരുന്നു നമുക്കറിയില്ല. ഇതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുള്ളത്, ഇവർ 53 50 മത്സരിക്കുന്നു. ഒരു രാത്രി മുഴുവൻ അവർ ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് അവർ വർക്കൗട്ട് ചെയ്യണം. ടോട്ടലി ഡ്രെയിൻ ഔട്ട് ആവുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. ഇങ്ങനൊരു സാഹചര്യം ഒരു മത്സരത്തിൽ തന്നെ അവർ ഏർപ്പെട്ടു. സൈക്ലിംഗ് ചെയ്തു, എക്സസൈസ് ചെയ്തു, ഉറങ്ങിയിട്ടില്ല, മത്സരം നടത്തി, ഉറങ്ങിയിട്ടില്ല, തലമുടി മുറിച്ചു. അല്ലേ സോമേഷ് പറഞ്ഞതനുസരിച്ച് വസ്ത്രത്തിന്റെ ഭാരം പോലും കുറച്ചു. അല്ല, തലമുടി മുറിക്കാൻ അനുവാദം ചോദിച്ചു, കുറച്ചുകൂടി മുറിക്കാൻ അനുവാദം ചോദിച്ചു, വസ്ത്രത്തിന്റെ ഭാരം കുറയ്ക്കാൻ അനുവാദം ചോദിച്ചു. പക്ഷെ അതൊന്നും പിന്നെ അനുവദിക്കപ്പെട്ടില്ല എന്നുള്ളൊരു കാരണം വെച്ചാൽ അപ്പോഴത്തേക്കും ഇതിന്റെ ഒരു തീരുമാനം വന്നു കഴിഞ്ഞിരുന്നു. വളരെ നിർഭാഗ്യകരമായ ഒരുപക്ഷെ മത്സരിക്കുമായിരുന്നെങ്കിൽ ഇനി 3 മണിക്കൂർ കൂടി കഴിയുമ്പോൾ 2 മണിക്കൂർ കൂടെ കഴിയുമ്പോൾ, അല്ലെ 3 മണിക്കൂറില്ല, 2 മണിക്കൂർ കഴിയുമ്പോൾ സാറയെ പരാജയപ്പെടുത്തി ആ തിളക്കം കൊണ്ടുവരുമ്പോണ്ടല്ലോ ആദ്യത്തെ സ്വർണം നേടുന്ന വനിത, അല്ലെ ഇന്ത്യൻ റെസ്ലർ, ആദ്യത്തെ സ്വർണം നേടുന്ന ഇന്ത്യൻ റെസ്ലറായി തീരുകയാണ്. സ്വർണ്ണ ഫോഗട്ടെന്ന് നമ്മൾ തലക്കെട്ടൊക്കെ അടിച്ചതാണ്. ആ തലക്കെട്ടിന്റെ ഒരു വലിയ ഫൈറ്റ് ഒക്കെ കണ്ട് വലിയ ആരാധനയോടുകൂടി ഇന്ത്യക്കാർ കാണുന്നൊരു, എനിക്ക് തോന്നി സ്വർണം നേടുന്നതിനേക്കാളും വിനേഷിന്റെ ജന്തർ മന്ദറിൽ നിന്നാണ് ഈ പാരീസ് വരെയുള്ള യാത്ര. അതാണ് ഏറ്റവും റിവാർഡ് ചെയ്യേണ്ടത്. കാരണം അങ്ങനെ പ്രതികൂല സാഹചര്യത്തോട് പൊരുതി ബ്രിജ്ഭൂഷണ് കൊടുക്കാവുന്ന ഏറ്റവും നല്ല റിപ്ലൈ ആയിരുന്നു. ഓൾറെഡി റിപ്ലൈ കൊടുത്തു കഴിഞ്ഞു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അത് തന്നെയാണല്ലോ. അവിടെ 40 ദിവസങ്ങൾ എന്ന് പറയുന്നത് ഒരു ഒളിമ്പിക് താരത്തെ സംബന്ധിച്ച് അവരുടെ പരിശീലനം ഗോൾഡൻ ടൈമാണ്. അതാണ് ആ നീതിക്ക് വേണ്ടി അവർ പോരാടിയത്. ഒരു സ്വർണ്ണ മെഡലിനേക്കാൾ
ഉജ്ജ്വലമായി തിളങ്ങി നിൽക്കുന്നത് അവരുടെ 40 ദിവസത്തെ അവരുടെ ആ തെരുവിൽ നടത്തുന്ന നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സാക്ഷിമാരിക്കൊക്കെ കരഞ്ഞുകൊണ്ടല്ലേ ഈ വാർത്താ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. അപ്പോൾ തീർച്ചയായും വിനേഷ് ഫോഗട്ടിന്റെ ആ ഒരു പോരാട്ട വീര്യത്തിന് പിന്നെ നമുക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാം അല്ലേ ഉണ്ണിബാലകൃഷ്ണൻ? സുവർണപുത്രിയാണ്. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഒക്കെ തന്നെ ട്വീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ തന്നെയാണ് അവരും കാണുന്നത്. ഇപ്പോൾ കേന്ദ്ര കായിക മന്ത്രിയൊക്കെ വളരെ പോസിറ്റീവായിട്ട്, കാരണം ഈ ബ്രിജ് ഭൂഷൺ എപ്പിസോഡ് നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മൻസുഖ് മാണ്ഡവ്യൊക്കെ ഇവരുടെ വിസയുടെ ഇഷ്യൂ വന്നപ്പോഴൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അതിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു ഇവന്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊട്ടസ്റ്റ് ആ ഒരു സൈഡ് മാറ്റി വെച്ചുകൊണ്ടാണ് അവർ ഇടപെടുന്നത്. അതിൽ അനാവശ്യമായ പദപ്രയോഗം ഇന്ന് പാർലമെന്റിൽ ഒഴിവാക്കാമായിരുന്നു കായിക മന്ത്രിക്ക്. ഇവരെ ഈ നിലയിൽ എത്തിക്കാൻ വേണ്ടി 70,40,40,000 രൂപ ചെലവാക്കിയിട്ടുള്ള പൈസ പ്രതിപക്ഷത്തോട് ഉന്നയിക്കുകയും ചെയ്തു. ഈ കണക്കൊന്നും അത് പാടില്ല. പക്ഷെ അത് പാടില്ലാതായി പോയി. കാര്യം ചില സമയത്ത് അങ്ങനെയായിരിക്കും, ഒരു പക്ഷേ ഓവർ റിയാക്റ്റഡ് ആണ്. പക്ഷെ പ്രധാനമന്ത്രി വളരെ കൃത്യമായി ഗോൾഡൻ ഗേൾ എന്നാണ് വിശേഷിപ്പിച്ചത്. മാത്രമല്ല പി ടി ഉഷയെ വിളിച്ചിട്ട് പറയുകയും ചെയ്തു. പി ടി ഉഷയോട് പറഞ്ഞു ഒന്നും ചെയ്യാൻ കഴിയില്ല. കാര്യം അന്താരാഷ്ട്ര ഗുസ്തി നിയമത്തിലെ റൂൾ 11 പ്രകാരം മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. പ്രതിഷേധിക്കാം. ബ്രിജ്ഭൂഷൺ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മൾ മാറ്റിവെക്കുമ്പോൾ പോലും ഈ വിനേഷ് ഫോഗട്ടിന്റെ ഈ അടക്കമുള്ള ആ താരങ്ങളുടെ ഫൈറ്റിനെ വളരെ ഗൗരവത്തോടെ കണ്ടുകൊണ്ടാണ് കേട്ടോ യു പിയിലെ റിസൾട്ടൊക്കെ മാറി മറിയുന്നതിനകത്തൊക്കെ ഒരു വലിയ സ്വാധീനമായിട്ട് അത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ അവരൊരു വലിയ പൊളിറ്റിക്കൽ ഫൈറ്റർ ആയിരുന്നു, അവരൊരു വലിയ സോഷ്യൽ ഫൈറ്റർ ആയിരുന്നു. അവർക്ക് ആ ഒരു മെഡലുമായി എത്താൻ കഴിയുമായിരുന്നെങ്കിൽ കിട്ടാവുന്ന അംഗീകാരം എന്ന് പറയുന്നത് എല്ലാ ഇന്ത്യക്കാരുടെയും മനസ്സിൽ അവരുണ്ട് എങ്കിൽ കൂടി അത് വ്യക്തിപരമായി അവർക്കൊരു നേട്ടം കൂടിയാകുമായിരുന്നു. രാജ്യത്തിന്റെ നേട്ടവും വ്യക്തിപരമായ ഒരു നേട്ടവും കൂടിയാകും. നമുക്കിപ്പോഴും സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു മേരി കോം ആണല്ലോ. അതെ, നിശ്ചയമായി വിനേഷ് ഫോഗട്ടിലേക്ക് നമ്മൾ എത്തുമായിരുന്നു. അതെ. Meet the editors.